സ്കിൻ കെയർ റുട്ടീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും പ്രോഡക്ട്സ് ഒക്കെ നമ്മുടെ ഈ കുഞ്ഞ് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഫേസ് വാഷ് തൊട്ടിട്ട് സൺസ്ക്രീൻ വരെയുള്ള എല്ലാ സ്കിൻ കെയർ സ്റ്റെപ്സിനെ കുറിച്ചിട്ടും പറഞ്ഞു കഴിഞ്ഞു. സപ്പോസ് നിങ്ങൾ ഇത്രയും സ്റ്റെപ്സ് ഒക്കെ ഡെയിലി ചെയ്യണ ഒരാളാണെന്നാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ അല്ല കേട്ടോ. ഈ വീഡിയോ സ്കിൻ കെയറിൽ ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഓരോ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നാളെ തൊട്ട് എനിക്ക് ഇത്രയും സ്റ്റെപ്സ് ഒക്കെ സ്കിൻ കെയറിൽ ആഡ് ചെയ്ത് സ്കിന്നൊക്കെ അടിപൊളിയായിട്ട് നോക്കണം എന്നൊക്കെ വിചാരിക്കും. നമ്മൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഇത്രയും സ്റ്റെപ്സൊക്കെ ചെയ്ത് തുടങ്ങും. പിന്നെ നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രോപ്പ് ചെയ്യും. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് സ്കിൻ കെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇത്രയും സ്റ്റെപ്സ് ഒന്നും ചെയ്യണം എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം ഫേസ് വാഷിലും സൺസ്ക്രീനിലും സ്റ്റാർട്ട് ചെയ്യുക. ഈ രണ്ട് സ്റ്റെപ്സ് കമ്പൽസറി ആയിട്ട് നിങ്ങൾ ഒരു മാസം ചെയ്തു തുടങ്ങുക. എന്നിട്ട് നിങ്ങളുടെ ഫേസിലുള്ള ചേഞ്ചസ് ഒബ്സർവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് ആഡ് ചെയ്ത് ഓരോ സ്റ്റെപ്സ് ആയിട്ട് ആഡ് ചെയ്ത് കൊണ്ടുപോകാം.